ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാശത്തിൻ്റെ അവസാനത്തെ പടി കൂടിയാണ് ഇപ്പോൾ സിറിയയുടെ വീഴ്ചയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊല നടത്തുകയും ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഒക്ടോബർ 8-ന് തന്നെ ഇസ്രായേലിന് നേർക്ക് ആക്രമണം ആരംഭിച്ചതാണ് ഹിസ്ബുള്ള. ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയ്ക്ക് നേരിട്ട് ഇതിൽ കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ തങ്ങൾ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഹിസ്ബുള്ള ആക്രമണം തുടങ്ങിയത്. പക്ഷേ ആയിരക്കണക്കിന് ഹിസ്ബുള്ള പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇസ്രായേൽ എല്ലാവരെയും നിലംപരിശാക്കി അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഹസൻ നസ്രുള്ളയും മറ്റ് ഉന്നത കമാൻഡർമാരെയും എല്ലാവരെയും തന്നെ അവർ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയെ മൊസാദെ ഓപ്പറേറ്റ് ചെയ്ത് നടപ്പിലാക്കിയ പേജർ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കൾക്ക് കാഴ്ച നഷ്ടമായി എന്ന് പറയപ്പെടുന്നുണ്ട്. പലരും ഇപ്പോഴും ചികിത്സയിലാണ്. ചിലർക്കാകട്ടെ ഇനി ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള അവസ്ഥയിലും കൂടിയാണ്. പലരുടെയും മുഖങ്ങളാണ് അന്ന് പൊട്ടിത്തെറിയിൽ നഷ്ടമായത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഹിസ്ബുള്ള ആകെ തകർന്നടിഞ്ഞ നിലയിലാണ്. ഹിസ്ബുള്ളയുടെ നിലവിലെ തലവൻ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇറാനിൽ ഒളിവിൽ കഴിയുകയാണ്. ലെബനനിലേക്ക് വരാൻ പോലും അവർക്ക് ധൈര്യമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സിറിയയിലുണ്ടായ സ്ഥിതിഗതികളെ ഈ തീവ്രവാദ സംഘടന ആശങ്കയോടെ നോക്കിക്കാണുന്നത്.